ഷിജിൻ, ഈ വാർത്ത ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയിരിക്കുന്നു എന്ന വാർത്ത ഞാൻ ഇന്നത്തെ ദിവസം ആദ്യം കേൾക്കുമ്പോൾ ഇയാൾ ഏതെങ്കിലും ട്രെയിനിൽ കയറി ഞാൻ താമസിക്കുന്ന നമ്മുടെ പരിസരത്തേക്ക് വരുമോ എന്നുള്ളതാണ്. എൻ്റെ വീട്ടിലൊരു പെൺകുഞ്ഞുള്ളതാണ്. എനിക്കുറപ്പാണ് ഇന്ന് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലടക്കം അതിന് താഴെ വന്നിരിക്കുന്ന റെസ്പോൺസുകളിൽ ഒരു അമ്മ പറയുകയാണ്, ഞാനടക്കം പെൺമക്കളുടെ അമ്മമാർക്ക് എല്ലാവർക്കും ഇയാളെ പിടികൂടിയെന്ന വാർത്ത ലഭ്യമായത് നെഞ്ചിലൊരു വലിയ ആശ്വാസമാണ് എന്നുള്ളത്. ആ ആശ്വാസം എത്തിച്ച ക്യാമറ ഇന്ന് ഷിജിൻ്റെതാണ്. അതിനുള്ള കടപ്പാട് കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രധാനമാണ്. എത്രത്തോളം വലിയ എഫോർട്ട് നിങ്ങൾ എടുത്തു എന്നുള്ളത് ആ സമയത്തെ കാര്യങ്ങൾ കൂടി പറയാമോ? ആ സമയത്ത് ഞങ്ങൾ രാഹുൽ പറഞ്ഞ പോലെ ഈ കാട്ടിലുള്ള ആ പ്രദേശത്തെ മാക്സിമം അവിടെ തന്നെ തിരയാം, നമ്മളും കൂടെ അവിടെ ആ ഭാഗങ്ങളിൽ ഇറങ്ങി ചെല്ലണം എന്നുള്ളത് ഞങ്ങൾ മുന്നേ തീരുമാനിച്ചിരുന്നു. എവിടെയാണോ ഇവർ പോലീസ് തിരയുന്നത് ആ ഭാഗങ്ങളിൽ തന്നെ നമുക്കും അവരെ കൂടെ തന്നെ തരണം എന്നുള്ളതായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞങ്ങളത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അതിനുശേഷമാണ് ഈ നമ്മൾ നിൽക്കുന്ന ഒരു 70 മീറ്റർ അകലെ ആണെന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അവരവിടുന്ന് ശബ്ദം വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ദൂരത്താണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ശബ്ദം കേൾക്കുകയും ഞങ്ങൾ ആ ശബ്ദം കേൾക്കുന്ന മുറക്ക് പിന്നെ നമ്മൾ ഓടുകയാണ്. ആ വിഷ്വലിൽ കാണാൻ പറ്റും. കാരണം ഞങ്ങൾ ആ എത്തുന്ന ശരിക്കും 1 മിനിറ്റ് നമ്മൾ ഡിലേ ആവുകയാണെങ്കിൽ നമുക്ക് ആ ദൃശ്യം കാണിക്കാൻ പറ്റില്ല. കാരണം അത്ര ഫാസ്റ്റായിട്ട് അത്ര ഫാസ്റ്റായിട്ട് പോലീസ് അവരെ വണ്ടി കയറ്റി കൊണ്ടുപോയി. പക്ഷേ ടൈമിന് അവിടെ എത്താൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു